ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നതാ കേട്ടോ. കുറച്ച് കാര്യം സംസാരിക്കാൻ വന്നതാ. നിങ്ങൾ തമ്പനയില് കണ്ടതുപോലെ തന്നെ പ്രഗ്നൻസി സ്റ്റോറിയാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രഗ്നൻസി സ്റ്റോറി ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കമൻറ്റ് വന്നു പേടിച്ചു പോയി, ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നതെന്ന് വിചാരിച്ചെന്നേ. അപ്പം ഞാൻ വിചാരിച്ചു പ്രഗ്നൻസി സ്റ്റോറി ചെയ്യാം. പിന്നെ ഇത് ഒരുപാട് ലെങ്ത് കൂടുതലാണെങ്കിൽ, ഒരു 5-6 മിനിറ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഡെലിവറി സ്റ്റോറി ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഒരുപാട് ലെങ്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കത്തില്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, സഹായിച്ചേക്കണേ ഒന്ന്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ 2021 ജൂണിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം അറിയുന്നത്. അതായത് ഞങ്ങൾ എൻ്റെ ചേട്ടനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്, ഇപ്പോഴേ കുട്ടികളൊന്നും വേണ്ട, ഇപ്പോഴേ പ്രഗ്നൻസി ഒന്നും വേണ്ട, ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് പ്ലാൻ ചെയ്താൽ മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. പിന്നെ വന്നപ്പോഴത്തേനും പണ്ടുള്ള ആൾക്കാരല്ലേ, അമ്മൂമ്മമാരൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇപ്പം വേണ്ടാന്ന് വെച്ചിരുന്ന് കഴിഞ്ഞ് പിന്നെ വേണോന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല, ദൈവം അങ്ങനെ തരത്തില്ല, ചിലപ്പോൾ തരാതിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴത്തേനും ഞങ്ങൾ തീരുമാനിച്ചു അത് നീട്ടിക്കൊണ്ട് പോവൊന്നും വേണ്ട, പിന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം എന്നിങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ 2021 ഫെബ്രുവരി 8 ഞങ്ങളുടെ കല്യാണം കഴിയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം അറിയുന്നത്. അതായത് മെയ് മാസം നമ്മൾ സാധാരണ പ്ലാൻ ചെയ്തിട്ട് ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ പീരീഡ്സ് മിസ്സായിട്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഞങ്ങളൊരു മെയ് മാസത്തിൽ ഒരു 30 തീയതി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പോസിറ്റീവ് കാണിച്ച് അപ്പോൾ ലൈറ്റായിട്ടൊരു ലൈൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജൂൺ 1 ഞങ്ങൾ ടെസ്റ്റ് ചെയ്തേ. ജൂൺ 1 ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും കറക്റ്റ് ലൈൻ കാണിച്ചു കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ള ആ ലൈൻ ഇത്തിരി ഡാർക്കായിട്ടൊക്കെ കാണിച്ച്. അപ്പോൾ ജൂൺ 1 തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെയാണ് അതായത് 2021 ജൂൺ 1 എൻ്റെ പ്രഗ്നൻസി ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ കൂളായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് നമുക്കൊന്നും അറിയാതെ ആയിരിക്കും നമ്മൾ ആ ഒരു ജേണി നമ്മുടേത് കടന്നു പോകുന്നത്. എനിക്ക് ഈ പ്രഗ്നൻസിയെ പറ്റിയിട്ട് ഒരു വകയും അറിയത്തില്ലായിരുന്നു, നമ്മളുടെ സ്കാനിങ്ങിനെ പറ്റി അങ്ങനെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ചെക്കപ്പിന് പോയി. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു ചെക്കപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുമ്പോൾ അയ്യോ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ, എന്തെങ്കിലും കുഴപ്പം, അതിനെപ്പറ്റി അറിഞ്ഞാലല്ലേ നമുക്ക് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കാനുള്ള വക കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് ടെൻഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. സ്കാനിങ് ചെയ്യണമെന്ന് പറയും, ഓക്കെ ചെയ്യാം എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഫസ്റ്റ് ചെക്കപ്പിന് തന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു, സ്കാൻ ചെയ്തു. അപ്പോൾ അതിൽ 6 വീക്ക് എന്തോ 6 വീക്കോ 5 വീക്കോ അങ്ങാണ്ട് ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ചൊവ്വ നേരെ കാണുന്നില്ലായിരുന്നു, സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ അത് നോക്കി. അപ്പോൾ അതിൽ കണ്ടപ്പം അതിൻ്റെ ഒരു ചെറിയ ഫോട്ടോ തന്നിട്ടുണ്ടായിരുന്നു, നമ്മളുടെ സ്കാൻ ചെയ്യുമ്പോൾ ഉള്ള ചെറിയ ഇതുണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ അതിലിങ്ങനെ ഒരു കാടമുട്ട കിടക്കും പോലെ ഒരു സാധനം മാത്രമേ ഉള്ളായിരുന്നേ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. വീട്ടിലൊക്കെ കൊണ്ടുവന്ന് ചേട്ടയുടെ അമ്മേനെയൊക്കെ കാണിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഒരു 2 മാസം, ഒരു മാസം കംപ്ലീറ്റ് ആയി. 2-ാം മാസം 2-2.5 മാസമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് അധികം ഛർദിലൊന്നും ഇല്ലായിരുന്നു. ചില ആഹാരങ്ങളുടെ സ്മെല്ല് എനിക്ക് പിടിക്കത്തില്ലായിരുന്നു. അതായത് നമ്മൾ സവാള ഇല്ലേ, സവാള അരിയുന്നതിൻ്റെ സ്മെല്ല്, സവാള വഴറ്റുമ്പോൾ ഉള്ള സ്മെല്ല്. ബീഫ് പറ്റത്തില്ലായിരുന്നു, ബീഫ് കറി കണ്ടുകൂടായിരുന്നു എനിക്ക്. ഛർദിക്കത്തില്ല, പക്ഷെ സ്മെല്ല് പിടിക്കത്തില്ല. പിന്നെ ഒരു ആഹാരം എനിക്ക് കഴിക്കാനായിട്ട് പറ്റത്തില്ല അതിൻ്റെ സ്മെല്ല് കിട്ടി കഴിഞ്ഞാൽ. പിന്നെ പഴുത്ത മാങ്ങയുടെ സീസൺ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും കഴിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു പഴുത്ത മാങ്ങ. പക്ഷേ പ്രഗ്നൻസിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത സാധനമായിരുന്നു ബീഫും സവാളയും പഴുത്ത മാങ്ങയും. ഒട്ടും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ആകെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച്. ഇഷ്ടം പോലെ ഓറഞ്ച് കഴിക്കുമായിരുന്നു കേട്ടോ ഞാൻ. എനിക്ക് ഓറഞ്ചേ കഴിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഇത്രയും സാധനം എനിക്ക് സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ ഞാൻ വായി മൂക്കും പൊത്തിക്കൊണ്ട് ഓടുമായിരുന്നു. അത്രയ്ക്ക് വൃത്തികെട്ട സ്മെല്ലായിട്ടായിരുന്നു എനിക്ക് ഈ സ്മെല്ലുകൾ തോന്നും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു.
പിന്നീട് അങ്ങോട്ട് അത് കൊറോണ ടൈമും കൂടിയായിരുന്നേ. അപ്പോൾ ഒരു 3 മാസമൊക്കെ ആയപ്പോഴത്തേനും 3-ാം മാസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കൊറോണ പോസിറ്റീവായി. ആദ്യം പോസിറ്റീവ് ആവുന്നത് ചേട്ടായിക്കായിരുന്നു. ചേട്ടായിക്ക് പോസിറ്റീവായി, സ്വാഭാവികമായിട്ടും എനിക്കും പോസിറ്റീവാവാം. എനിക്കും പോസിറ്റീവായി. ചേട്ടായിനെ നേരെ ഇവിടുന്ന് ഏതോ ഒരു ഹോസ്പിറ്റലിൽ, ആ ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. ചേട്ടായിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. എന്നെ നേരെ പേരൂർക്കടയായിരുന്നു നമ്മൾ ചെക്കപ്പിന് പോകുന്നത്. അവിടുന്ന് എന്താ പറയുക, പോസിറ്റീവ് ആയപ്പം അവിടെ തന്നെ നേരെ ആംബുലൻസിൽ SIT ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പോഴൊന്നും എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഛർദിലോ ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അങ്ങനെ കൊണ്ടുപോയപ്പം ആംബുലൻസിലാണ് എന്നെ കൊണ്ടുപോകുന്നത്, മറ്റില്ല സൗണ്ടൊക്കെ ഇട്ടിട്ടേ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്ന് പിന്നെ അവിടെ അഡ്മിറ്റ് ആക്കി, SIT ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അങ്ങനെ അവിടെ ഒരാഴ്ച കിടത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയി. വീട്ടിൽ ഡിസ്ചാർജ് ആയി വീട്ടിൽ കൊണ്ടുപോയപ്പോഴത്തേനും ചേട്ടായി അവിടെ നിന്ന് എഴുതി വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ ക്വാറന്റൈൻ കിടക്കാൻ തുടങ്ങി. 1 മാസം ഞങ്ങൾ രണ്ടുപേരും ആ ഒരൊറ്റ റൂമിലായിരുന്നു കേട്ടോ. അപ്പം തൊട്ടു വീട്ടിൽ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഛർദിൽ തുടങ്ങി. എനിക്ക് ഒരു ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലേ, എന്തോ കഴിച്ചാലും ഞാനങ്ങ് ഛർദിച്ച് പോവാം. ഗുളിക പോലും നമുക്കിപ്പം വൈറ്റമിൻ്റെ ഒക്കെ ഗുളിക കഴിക്കാനായിട്ട് കാണുമല്ലോ പ്രഗ്നൻസി ആ ഒരു ടൈമിൽ. അപ്പോൾ ഗുളിക പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഗുളിക കഴിച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും അത് മൊത്തത്തിൽ ഛർദ്ദിച്ചാൽ കളയും. അങ്ങനെയായിരുന്നു, ഒരു വകയും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരം എന്ന് പറഞ്ഞാൽ ചീനിയും ചോറും കൂടെ, അതായത് ചീനി കുഴച്ചതും മരച്ചീനി കുഴച്ചതില്ലേ, അത് കുഴച്ചതും ചോറും കൂടെ തൈര് ഒഴിച്ച് പഴം കലക്കി കുടിക്കുമല്ലോ, ഉപ്പിട്ട് കലക്കി, അത് കുടിക്കാനായിട്ട് പറ്റുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അതും മൊത്തത്തിൽ ഛർദ്ദിച്ച് പോവാറായി കേട്ടോ. അതും മൊത്തത്തിൽ ഛർദ്ദിച്ച് പോകുമായിരുന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ഛർദിൽ സഹിക്കാൻ വയ്യ, മൊത്തം എന്തോ കഴിച്ചാലും ഛർദിൽ അങ്ങനെ മൊത്തം പോയി. പിന്നെ 1 മാസം ഞങ്ങൾ ക്വാറന്റൈൻ കിടന്നു കഴിഞ്ഞിട്ട് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ നെഗറ്റീവായി കേട്ടോ, കൊറോണയൊക്കെ നെഗറ്റീവായി. പിന്നീട് അങ്ങോട്ട് നമുക്കിപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോഴും മാനസികമായിട്ടും നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകളുണ്ടാവും. എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കരച്ചിൽ വരും എനിക്ക്. അത് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത് കേട്ടോ. അന്ന് എനിക്കത് അറിയത്തില്ലായിരുന്നു, എൻ്റെ ചുറ്റുമുള്ളവർക്കും അത് അറിയത്തില്ലായിരുന്നു. പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരും, അപ്പോൾ നമുക്ക് പല മൂഡ് സ്വിങ്സും വരും എന്നൊന്നും എനിക്കും അറിയത്തില്ല, എൻ്റെ ചുറ്റുമുള്ള ആർക്കും അറിയത്തില്ല, എൻ്റെ വീട്ടിലുള്ളവർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ചുമ്മാ ചെറിയൊരു കാര്യം മതി ഞാൻ ഇരുന്ന് കരയാൻ തുടങ്ങും, എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി ഭയങ്കര സങ്കടമാകുമായിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പം കരച്ചിൽ തന്നെ. ഇപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത്, ഞാൻ എന്തിനാണ് അന്ന് അങ്ങനെ ഇരുന്ന് കരഞ്ഞതെന്ന്. ആ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന നമുക്ക് പല ഹോർമോൺ ചേഞ്ചസും ഉണ്ടാവും, അപ്പോൾ അങ്ങനെ നമുക്ക് മൂഡ് സ്വിങ്സ് വരാം എന്നിപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ആരുണ്ടെങ്കിലും ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരാണെങ്കിലും ഇപ്പോൾ വീട്ടിലൊരു പ്രഗ്നൻ്റ് ലേഡി ഉള്ള വീട്ടുകാരാണെങ്കിലും ശരി, ഇത് കാണുന്നവരൊന്ന് ചിന്തിക്കുക. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് പല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, വിഷമങ്ങൾ, പെട്ടെന്നായിരിക്കും അവർ കരയുന്നത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നത്. അതൊക്കെ ഒന്ന് കൂടുള്ളവരും കൂടി ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം കേട്ടോ. അവൾ ഇന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്, പോട്ടെ, ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. അപ്പോൾ പ്രായമായിട്ടുള്ളവർക്കൊന്നും അത് മനസ്സിലാവണമെന്നില്ല, അത് അവർക്ക് അറിയത്തില്ല, അതിനെപ്പറ്റിയൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പോൾ വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാവരും ഒന്ന് ഒരു ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കരച്ചിലായിരുന്നു, കരച്ചിൽ. പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും കംപ്ലീറ്റ് ആയപ്പോഴത്തേനും കൊറോണ നെഗറ്റീവ് ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഛർദിൽ കുറഞ്ഞു വന്നു. പിന്നെ ഛർദിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് എനിക്ക് ബോഡിയിൽ എന്താ പറയുക, ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. നല്ല നടുവേദന ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ആയിരിക്കത്തില്ല ഈ സിംറ്റംസ് ഉള്ളത്. ശാരീരികമായിട്ട് പലർക്കും പല രീതിയിലായിരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. പ്രഗ്നൻസി ജേണിയിൽ ഫുള്ളും ഛർദിലുള്ളവരുണ്ട് കേട്ടോ. 1-ാം മാസം തൊട്ട് 9-ാം മാസം വരെയും ഛർദിലുള്ള ലേഡീസ് ഉണ്ട്. അതൊക്കെ ഓരോരുത്തരെ ശാരീരികമായിട്ടുള്ള ഇത് വെച്ചിട്ടായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. ചിലർക്ക് ചിലപ്പോൾ നടുവേദനയായിരിക്കും, ചിലർക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ചിലർക്ക് പുറം വേദനയായിരിക്കും, ചിലർക്ക് കൈ കാല് വേദനയായിരിക്കും. അങ്ങനത്തെ പല പ്രശ്നങ്ങളും പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, എല്ലാവരും മനസ്സിലാക്കുക അതൊന്ന്. പിന്നെ വേറൊരു പ്രശ്നം എനിക്ക് ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് നടുവേദനയായിരുന്നു കൂടുതലും. ഈ നടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നട്ടല്ലല്ല, ഏണുഭാഗം ഉണ്ടല്ലോ, ഈ
നട്ടെല്ലിൻ്റെ ഇടത്തെ സൈഡിലുള്ള ഈ 2 ഏണ് ഭാഗം, ആ ഏണിനായിരുന്നു എനിക്ക് നല്ല പണി കിട്ടിയിരുന്നത്. എനിക്ക് കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും പറയും ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് പകൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചില ലേഡീസിന്, എനിക്ക് അങ്ങനെ ആയിരുന്നു. എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ വയറ് വലുതായി വരുന്നതോറും ഒരു 6 മാസം 7 മാസമൊക്കെ അടുക്കാറായപ്പോഴത്തേനും എനിക്ക് വയറ് വലുതായി വന്നല്ലോ. അപ്പോൾ എനിക്ക് ഈ രാത്രിയിൽ ഭയങ്കര വെള്ളം ദാഹമായിരുന്നു. അത് രാത്രിയെന്നില്ല പകലെന്നില്ല, നല്ല വെള്ളം ദാഹം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ശരിക്കും വെള്ളം കുടിക്കുമായിരുന്നു. അതിനനുസരിച്ച് നമുക്ക് മൂത്രം ഒഴിക്കണ്ടേ, വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നമുക്ക് മൂത്രം ഒഴിച്ച് കളയണ്ടേ അത്. അപ്പോൾ ഈ രാത്രിയിൽ ഞാൻ കൂടെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുമായിരുന്നു. അതിൻ്റെ കൂടെ മൂത്രം ഒഴിക്കാനും പോകണം. അങ്ങനെ രാത്രിയിൽ ഉറക്കമൊന്നും ശരിയാവത്തില്ല. അത് ഞാനീ പറയുന്നത് പല പല സ്ത്രീകൾക്കും അങ്ങനത്തെ പ്രശ്നമുണ്ട്. രാത്രിയിൽ കൂടെ മൂത്രം ഒഴിക്കാൻ പോകാനുള്ള ഒരു ഇത് വരും. അപ്പോൾ ചിലപ്പോൾ ഉറക്കം ശരിയാവത്തില്ല. അപ്പോൾ ചിലപ്പോൾ അവർ പകൽ ചിലപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങിയെന്ന് വരും. അതിനാരും ഒന്നും പറയാൻ പാടില്ല. അതിപ്പോൾ പ്രായമായവരായാലും ശരി, അല്ലാത്തവരാണെങ്കിലും ശരി, ഒന്നും പറയാൻ പാടില്ല. കാരണം അവർക്ക് എപ്പോഴെങ്കിലും ഒന്ന് കിടന്നുറങ്ങണ്ടേ. രാത്രി ഉറക്കം ശരിയായില്ലെങ്കിൽ അവർ ചിലപ്പോൾ പകൽ കിടന്നുറങ്ങും. അവർക്ക് ഉറക്കം വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ അവർ കിടന്ന് ഉറങ്ങിക്കോട്ടെ. അവർ പ്രഗ്നൻ്റ് അല്ലേ, അവർക്ക് ഇത്തിരി സമാധാനം കൊടുക്കൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ആയിരുന്നു. രാത്രിയിലും ആയാലും കൂടെ വെള്ളം കുടിച്ചിട്ട് മൂത്രമൊഴിക്കാൻ പോകുക, വെള്ളം കുടിക്കുക മൂത്രമൊഴിക്കാൻ പോകുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഏണിന് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർ പറയും എന്തുവാ ഗർഭിണിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുണ്ടോ എന്നൊക്കെ പറയും ചിലർ. അത് പറയാനുള്ളതെന്ന് വെച്ചാൽ, മാക്സിമം മൈൻഡ് ചെയ്യാതിരിക്കുക. ചിലർക്കത് മൈൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ചിലർക്ക് പെട്ടെന്ന് സങ്കടം വരും. അതുകൊണ്ട് കൂടെ ഉള്ളവർ കൂടുതൽ കെയർ കൊടുക്കുക കേട്ടോ, അതേ പറയാനുള്ളൂ. അങ്ങനെ എന്നെ 7-ാം മാസമൊക്കെ ആയപ്പോഴത്തേനും എന്നെ വിളിച്ചുകൊണ്ട് പോയി. വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് എന്നെ 7-ാം മാസത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ബാക്കിയുള്ള ചെക്കപ്പൊക്കെ അങ്ങ് അടൂർ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ചുരുക്കി പറയുന്നേ ഉള്ളൂ, ലെങ്ത് കൂടുമെന്ന് പറഞ്ഞിട്ട്. അടൂരായിരുന്നു. അങ്ങനെ അടൂർ, പിന്നെ ബാക്കി ചെക്കപ്പെല്ലാം അടൂർ ചെയ്തു. പിന്നെ 9-ാം മാസത്തിൽ എന്നെ 38 ആഴ്ച 39 ആഴ്ച കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് ഡെലിവറി നടന്നപ്പോൾ. അങ്ങനെ ഡോക്ടർ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. ജനുവരി 24-ാം തീയതി വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ലാസ്റ്റ് ചെക്കപ്പിന് പോയപ്പോൾ. അതായത് ഒരു ബുധനാഴ്ചയായിരുന്നു ചെക്കപ്പിന് പോയത്. അപ്പം പറഞ്ഞു തിങ്കളാഴ്ച വന്നിട്ട് അഡ്മിറ്റ് ആവണം. അതായത് തിങ്കളാഴ്ച 24-ാം തീയതി തിങ്കളാഴ്ച വന്നിട്ട് അഡ്മിറ്റ് ആവണം. അതിന് മുമ്പ് പോയി കൊറോണ ടെസ്റ്റ് ചെയ്യണം. പിന്നെ കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തിട്ട് വന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു 24. അപ്പം ഞങ്ങൾ നേരെ പോയി കൊറോണയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പോയി. അപ്പം തിങ്കളാഴ്ച രാവിലെ അഡ്മിറ്റ് ആവാൻ വരുന്നതിൻ്റെ അന്ന് രാവിലെ റിസൾട്ട് വാങ്ങിച്ചിട്ട് നേരെ അങ്ങ് ഹോസ്പിറ്റലിൽ പോകാമല്ലോ എന്നുള്ള പ്ലാനിങ്ങില്ല. അപ്പം ഞങ്ങൾ പോയി കൊറോണയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. എന്നിട്ട് തിരിച്ചിറങ്ങി നേരെ വീട്ടിൽ പോയി. ബേക്കറി കയറിയിട്ട് എനിക്ക് ഷവർമ അല്ലല്ലോ, നമ്മുടെ അത് ഷാർജ വേണമെന്നൊരു കൊതി തോന്നി. അങ്ങനെ അമ്മ എനിക്ക് അതൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. പിന്നെ ഞായറാഴ്ച റിസൾട്ട് അറിഞ്ഞു കേട്ടോ. ഞായറാഴ്ച മെസ്സേജ് വന്നു, ഇങ്ങനെ കൊറോണ ടെസ്റ്റ് ചെയ്തതിൻ്റെ മെസ്സേജ് വന്നു. എനിക്ക് പോസിറ്റീവ്. ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എനിക്കങ്ങനെ പോസിറ്റീവ് ആവാനെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ചെറിയൊരു മൂക്കലിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കും അവർ പോസിറ്റീവ് അടിച്ച് വിട്ടത്. അങ്ങനെ പോസിറ്റീവായി. പിന്നെ തിങ്കളാഴ്ച രാവിലെ പോയി അഡ്മിറ്റായി. അപ്പം കൊറോണ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് ആയവരുടെ ഗർഭിണികളുടെ കൂടെ എല്ലാവരും ഒരു വിങ്ങിലായിരിക്കും. അപ്പോൾ അവിടെ വേറെ ആരെയും കയറ്റി വിടത്തൊന്നുമില്ല. അങ്ങനെ പോയി 24-ാം തീയതി അഡ്മിറ്റ് ആവുന്നു. അത്രയാണ് എൻ്റെ ഒരു പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറയുന്നത്. ബാക്കി ഇപ്പം തന്നെ ഇതിപ്പോൾ ഒരു കുറേ സമയമായി കേട്ടോ, ഒരുപാട് ലെങ്ത് ആയി വീഡിയോയ്ക്ക്. അപ്പോൾ ബാക്കി ഡെലിവറി സ്റ്റോറി ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത്. ഈ കൊറോണ വന്നപ്പോൾ ഉള്ള ബുദ്ധിമുട്ടല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. വേറെ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂഡ് സ്വിങ്സ് അതെല്ലാവർക്കും വരുന്നതാണ്, എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ്. മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു. ചെറിയൊരു കാര്യത്തിന് വരെ ഞാനിരുന്ന് പട്ടിയെ പോലെ ഇരുന്ന് മൂങ്ങുമായിരുന്നു. ഭയങ്കര സങ്കടമാവുമായിരുന്നു എനിക്ക്. പിന്നെ ബോഡിയിൽ മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ നടുവേദന അത് മാത്രമേ ഉള്ളായിരുന്നു. പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും എനിക്ക് പ്രഗ്നൻസി ജേണിയിൽ കൊറോണ എന്നല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അങ്ങനെ ആണ് നീലൂട്ടനെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത് ഇതാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഡെലിവറി സ്റ്റോറി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.